നെക്ക് ലൈൻ ഷേപ്പ് വരയ്ക്കുന്നതിനകത്ത് യു നെക്ക് ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചസും നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചസും ആയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സിനകത്താണ് നമ്മൾ യു ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ഫോൾഡിലാണ്. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് തുണിയിലേക്ക് വെച്ചിട്ട് സ്ട്രിപ്പിൻ്റെ ട്രേസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ തുണിയിലാണെങ്കിലും ഈ ഭാഗം ഫോൾഡിൽ വരേണ്ടത്, അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മളുടെ ഈ നെക്ക് ലൈനിൻ്റെ ഭാഗത്ത് വരുന്ന നെക്ക് വിഡ്ത്ത് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം. അതിന് ചെയ്യുന്നത് നമ്മളിപ്പോൾ 3 ഇഞ്ചാണ് എടുത്തേക്കണത് നെക്ക് വിഡ്ത്ത്. അപ്പോൾ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് മടക്കി കൊടുത്താൽ മതി. മിഡ് പോയിൻ്റ് ഇവിടം വരെയാണല്ലോ വരുന്നത്. അപ്പോൾ എന്നിട്ട് അത് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് മിഡ് പോയിൻ്റ് കിട്ടും. എന്നിട്ട് എത്രയാണോ മിഡ് പോയിൻറ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയേക്കുന്നത് അത് കറക്റ്റ് ആ മെഷർ ചെയ്തിട്ട് നമുക്ക് 1.5 ഇഞ്ചസാണ് കിട്ടിയേക്കുന്നത്. മിഡ് പോയിൻറ്റ് 3 ഇഞ്ചസ് എടുത്തേക്കുന്നുണ്ട്. ആ 1.5 ഇഞ്ചസിന് നമ്മളുടെ ഈ ഓപ്പൺ പാർട്ടിലേക്ക് ഇവിടെ നിന്ന് മെഷർ ചെയ്തിട്ട് വരയ്ക്കണം. അതായത് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്യണം. ഇങ്ങനെ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ 2 പോയിന്റ് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പം യു ഷേപ്പ് കിട്ടും. അപ്പോൾ അതിന് ഫ്രഞ്ച് കർവ് ഈ ബോക്സിൻ്റെ പുറത്തേക്ക് പോകരുത്. ഈ ഒരു 2 പോയിന്റിലും എവിടെയാണോ നമ്മൾ ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പതുക്കെ ടേൺ ചെയ്ത് എവിടെയാണോ കറക്റ്റ് അത് വരുന്നത്, ഈ 2 പോയിന്റ് മീറ്റ് ചെയ്യുന്നത് എവിടെയാണോ ഫ്രഞ്ച് കർവിൻ്റെ ആ ഒരു റൗണ്ടിൻ്റെ അവിടെ എവിടെയാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് കറക്റ്റ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ ഈ 1.5 മാർക്ക് ചെയ്ത് ഈ പോയിന്റിൻ്റെ ഇവിടെ നിന്ന് പതുക്കെ വരുന്ന പോലെ ശ്രദ്ധിക്കണം. എന്നാൽ ആ ഒരു കറക്റ്റ് ഒരു ഫ്ലോയിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്കും പോകരുത്. എന്നിട്ട് ആ ഷേപ്പ് അവിടെ കൊടുക്കണം. അപ്പോൾ ഈ പോയിന്റിൻ്റെയും കറക്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്യണമെന്നില്ല, കുറച്ച് ഇങ്ങോട്ട് നീക്കാം നമുക്ക്. ആ ഷേപ്പ് കറക്റ്റ് ഒന്ന് ആ ഫ്ലോയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. യു ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ റൗണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഷേപ്പ് പോവും. കറക്റ്റ് യു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും.